ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1570. ഇന്ന് ഏപ്രിൽ മാസം 18-ാം തീയതി 109-ാമത്തെ ദിവസത്തിലെത്തി. കാര്യസ്ഥരാണ് നമ്മളൊക്കെ. എല്ലാം ദാനവുമാണ്. ഈ ജീവനും ആയുസ്സും ആരോഗ്യവും സമ്പത്തും വിഭവങ്ങളും ഒക്കെ നൽകപ്പെട്ടതുമാണ്. എന്നാൽ ഒരബദ്ധം സംഭവിക്കുന്നുണ്ട്. എല്ലാറ്റിന്റെയും ഉടമസ്ഥനാണ് ഞാനെന്ന മട്ടിലാണ് ജീവിച്ചു പോരുന്നത്. ആവശ്യപ്പെടുന്ന ഒരു സമയത്ത് സകലത്തിന്റെയും കണക്ക് ബോധിപ്പിക്കണം. ഏൽപ്പിക്കപ്പെട്ടതെല്ലാം തിരികെ ഉടയവന് നൽകേണ്ടതുമാണ്. ഇത് നമ്മൾ മറന്നുപോകുന്നുണ്ട്. ഉടയനുള്ള വിഹിതം ശേഖരിക്കാൻ ജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് അനുദിനമെന്നോണം ദൈവം ദൂതരെ പറഞ്ഞയക്കുന്നുണ്ട്. നമ്മള് ദൈവമയക്കുന്ന ദൂതരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, പ്രതികരിക്കുന്നത്? അവർ പലരെയും വാക്കുകൾ കൊണ്ട് നമ്മൾ പരിക്കേൽപ്പിക്കുന്നുണ്ട്, വല്ലാതെ പരിഹസിക്കുന്നുണ്ട്, വെറും കൈയോടെ അവരെ പറഞ്ഞയക്കുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെ അയക്കപ്പെട്ട ഉടയവന്റെ ഏകജാതനോട് പോലും പലപ്പോഴും വേണ്ടത്ര ആദരവ് നമ്മളും കാണിക്കുന്നില്ല. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ ഉപമയിലെ കൃഷിക്കാര് നമ്മൾ ഓരോരുത്തരുമായി മാറുന്നുണ്ട്. ഉയർപ്പ് പെരുന്നാളിനെ തുടർന്നുള്ള ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ആലോചിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്തതാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് മുന്തിരിത്തോട്ടത്തിന്റെ ഉപമയിലെ കൃഷിക്കാരെ ഒന്നും കൂടി ഒന്ന് അറിയേണ്ടതാണ്, പറ്റിയാലൊന്ന് പരിചയപ്പെടേണ്ടത്. നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതം പുറപ്പെടുവിപ്പാനായിട്ട് കുറെ ഫലങ്ങളുണ്ടത്രേ. നമ്മളെ രൂപപ്പെടുത്തിയ, സൃഷ്ടിച്ച, പലതും നമുക്ക് ദാനമായി നൽകിയ ഉടയവൻ നമ്മളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ ആ ഫലങ്ങളെയെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പട്ടികയിലാക്കുന്നുണ്ട്. സ്നേഹവും ആനന്ദവും സമാധാനവും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും പിന്നെ ആത്മസംയമനവും, അങ്ങനെ അത് ആ സുഹൃതങ്ങളുടെ പട്ടിക നീളുന്നുണ്ട്. അത്തരം ഫലങ്ങളൊന്നും ഇതുവരെ എന്നിൽ നിന്ന് പുറപ്പെട്ടു പോന്നിട്ടില്ല എങ്കിൽ എന്തൊരു ജീവിതമാണ് ഞാൻ ഈ നാളുകളിൽ നടത്തിയത്. ഇത്തരം ഫലങ്ങൾ തേടാനും നേടാനും കൊണ്ടുപോകാനും ദൈവം ദൂതന്മാരെ അയക്കുന്നുണ്ട്. അവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? എന്റെ മുമ്പിൽ വരുന്ന മനുഷ്യരൊക്കെ, സഹജീവികളൊക്കെ ദൈവം അയച്ച ദൂതന്മാരാണെന്നുകൂടി ഒന്ന് തിരിച്ചറിഞ്ഞാൽ കുറെ മാറ്റമുണ്ടാവും. ആ മാറ്റം ഉയർക്കപ്പെട്ട ക്രിസ്തുവുമായിട്ടുള്ള എന്റെ അടുപ്പത്തിന് മുഖാന്തരമായി മാറും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.